മലാലെ മലാലെ നമ്മൾ സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. മലാലിയൊക്കെ വിളിക്കാൻ പോകുകയാണ് ഗൈസ്. മലാലെ അന്ന വന്നു. മലാലെ ഞാൻ വന്നു. മലാലെ ഇതാണോ നമ്മൾ ഗസ്റ്റ് ഹൗസ് ആണോ? ഇതെന്താണ് വൈബ്രേറ്ററോ? ഇത് വൈബ്രേറ്റർ അല്ല എന്റെ പൊന്ന് ബാബു. അണ്ണാ അണ്ണൂടെ എന്താണ് ചെയ്തത്? മൂക്കിടിച്ചു വീണു. കണ്ടോ കണ്ടോ എന്റെ അമ്മോ. ഹലോ ഗൈസ്. അയ്യോ എനിക്ക് എങ്ങനെ പറയണമെന്നൊന്നും അറിയില്ല കേട്ടോ. ഞാൻ സത്യം പറഞ്ഞ പേടിച്ചിട്ട് ഇത്രയും കാലം ഭയങ്കര ഒരു ഇതൊന്നുമില്ല. അതുകൊണ്ടാണ് ലൈവ് വരാതിരുന്നത്. അയ്യോ ടി വി പിന്നാലെ ടി വിയെ തെറിക്ക വിട്ടത് മതോ ലോകം. ഗൈസ് ഞാൻ സത്യം എന്തെങ്കിലും സജഷനൊക്കെ കൊണ്ടുപോയി പറയാട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ചെയ്യുന്നത്. എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ ഒരുപാട് മിസ്റ്റേക്സ് കാണും, സ്വാഭാവികമാണ്. പിന്നെ നമ്മുടെ മൊയിലാളി ഉയരാണ്. മൊയിലാളിയാണ് നമ്മൾ ആ ഒരു ലെവലാക്കിയത്. ഒരു ദിവസം ഞാൻ രാത്രി കിടന്നപ്പോഴത്തേക്ക് ഞാൻ ഒരു ദിവസം ഉറങ്ങാൻ കിടന്നപ്പോഴത്തേക്ക് ഇൻസ്റ്റയിൽ എനിക്ക് ആകെ 600 ഫോളോവേഴ്സ് ഉണ്ട്. ഞാൻ അടുത്ത ദിവസം എണീറ്റ് നോക്കിയപ്പോൾ നമ്മുടെ മൊയിലാളി നമ്മളൊരു ഫോട്ടോ എടുത്ത് ഷെയർ ചെയ്തു. അപ്പോൾ ഞാൻ ഇത് പൊളിയുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ സ്ട്രീമിങ് അങ്ങ് നിർത്തിയിട്ട് ഞാൻ അവരുടെ കൂടെ നിൽക്കും. എനിക്ക് അവരുടെ കൂടെ നിൽക്കുമ്പോഴൊക്കെ ഉള്ള ആ ഒരു സംഭവമില്ലേ, അത് എപ്പോഴും ഉണ്ടാവണം. മീൻസ് ആ ഒരു മൂഡിൽ അങ്ങ് പോകും. അറിയില്ല ഗൈസ്, നമുക്ക് നോക്കാം. നമുക്ക് പോകുന്നിടത്തോളം പോട്ടെ, നമുക്ക് സെറ്റാക്കാം. മലയാളിക്കിട്ട് പോകണം. നമ്മൾ ഫസ്റ്റ് ലൈവ് ആയതുകൊണ്ടാണ് കുറച്ച് ലാഗ് അടിപ്പിച്ചത്. നമ്മൾ നേർ സ്ട്രീമിങ്ങിലൊക്കെ പോകുന്നു. ഞാൻ ഇത്രയും നേരം ഇനി ഞാൻ എൻ്റെ സൗണ്ടിൽ സംസാരിച്ചു. ഇനി എൻ്റെ സൗണ്ടിൽ കിട്ടാൻ ചാൻസ് ഇല്ല. ഞാൻ ദാ ഇറങ്ങുവാണ്. ഞാൻ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. നമ്മൾ സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. മലയാളിയൊക്കെ വിളിക്കാൻ പോകുകയാണ് ഗൈസ്. ഞാൻ ക്യാരക്ടറിൽ കയറാൻ പോവുകയാണ്. മലാലെ അന്ന വന്നു. മലാലെ ഞാൻ വന്നു. മലാലെ മേരാ ശമ്പർക്ക് ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. 1 സെക്കൻഡ്. അല്ല ഞാൻ കയറി ബാബു 9 മിനിറ്റ്. ഞാനിത് വാസുവാണെന്ന് എനിക്ക് പറയണം. തൊഴുതോട്ടെ. മലാലെ ഇതാണോ നമ്മൾ ഗസ്റ്റ് ഹൗസ് ആണോ? ബാബു 2 ദിവസത്തേക്ക് അല്ല കടൽക്കരയിൽ വേണ്ട മലാലെ. നമുക്ക് 2 ഡേയ്സ് കൺട്രോൾ ചെയ്താലോ? നല്ല സ്റ്റോറേജ് അല്ലേ? ചിലപ്പോൾ കാറിൽ AC ഇരിക്കാൻ പറ്റില്ല. പന നോക്കൂ. ബാബു പന മലാലെ ഞാൻ ഒരു ഓഷി പറഞ്ഞോട്ടെ. മലാലെ ഞാൻ 3K ആയി. എന്റെ മോനെ എന്താ ഹലോ മലാലെ കേൾക്കുന്നുണ്ടോ? മലാലെ ഞാൻ 3K അടിച്ചു. മലാലെ 9 മിനിറ്റ്സിൽ 700 ലൈക്ക് തന്നു എല്ലാരും. മലാലെ അന്നു ഞാൻ കീരിശേ നിങ്ങൾ എങ്ങനെ നന്ദി പറയും? എനിക്ക് മനസ്സിലായി ബാബു. നിന്റെ വിഷമം നമുക്ക് മനസ്സിലായി. നമ്മൾ ബുൾഷേട്ടനുണ്ട് മലാലി. നമ്മൾക്ക് ഇന്ന് മെയിൻ ഈ ബാങ്ക് നമ്മുടെ കുഴപ്പമില്ല. നമ്മൾ ബാത്റൂമിലെ വേസ്റ്റ് ഒക്കെ ഇവിടെ കാണുമ്പോ താഴോട്ടൊന്ന് പോയാൽ എനിക്ക് സമ്പർക്കത്തിൽ കുറച്ച് കാണിക്കാമായിരുന്നു. ബാബു ലൈവ് സ്ലോ ആണ്. ഇൻ ഗെയിം സൗണ്ട് ഇല്ലേ? ഏത് സൗണ്ട് ആണ് ഒന്ന് പറയാമോ? ഹലോ മുമ്പിട്ട് കുനിഞ്ഞിരിക്കുവാണോ ബാബുവിന്റെ ചാനൽ? ഞാൻ കുനിഞ്ഞിരിക്കുവായിരുന്നു അന്നു. ഇത് മുനവർ ബാബു. നമ്മൾ കുളിച്ചാലോ? നമ്മൾ കുളിച്ചിട്ട് എത്ര നാളായി അന്നു? ഇതെന്താണ് വൈബ്രേറ്ററോ? ഇത് വൈബ്രേറ്റർ അല്ല എന്റെ പൊന്ന് ബാബു.
അതെന്താണ്? കോളിംഗ് ബെൽ ഒന്ന് ഓഫ് ചെയ്യാവോ? വാസുണ്ണ എന്തോ നമ്മൾ പോയത് കുളിച്ചിട്ട് വരട്ടെ വാസുണ്ണ. ഞാനും വരാം, നമുക്ക് ഒരു വിളിക്കാം. എനിക്ക് ബ്ലീഡിങ് ഞങ്ങൾ കുളിക്കുന്ന വരെ നീ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ മൊലാലി റെയ്ഡ് വന്നിട്ടുണ്ട്. നമ്മളെ മൊലാലി റെയ്ഡ് വന്നിട്ടുണ്ട്. ഗായ്സ് ഇന്നുണ്ടായ എല്ലാ സംഭവങ്ങളും നാളെ നമുക്ക് സെറ്റ് ചെയ്യാം. എനിക്ക് ബ്ലീഡിങ് എന്റെ ജോക്കി എന്ന് കാണിക്കുവാ. വാസുണ്ണ ഇങ്ങനെ വഴക്ക് പറയാൻ അണ്ണു എന്ത് പറ്റി? അണ്ണു കംപ്ലൈന്റ് പറ്റി. ഞാൻ പാന്റ് ഊരിയതാ. നിങ്ങൾ പാന്റ് ഊരിയതിന് ഇവരെന്തിനാണ് കിടക്കുന്നത്? അണ്ണു എനിക്ക് അവർ പാന്റ് ഇടുന്നു. ബാബു ഞാനൊരു കാര്യം പറയട്ടെ ബാബു. ഹാ ഹാ പറയൂ. എനിക്ക് ബ്ലീഡിംഗ് എന്ന് പറഞ്ഞു, ഇപ്പൊ എല്ലാം ശരിയായി. എന്ത് പറ്റി? എനിക്ക് ബ്ലീഡിംഗ് മാത്രം ആ മൊലാലി അവർ കിടക്കുമ്പോൾ നിങ്ങൾ എന്തിനു ഡ്രസ് ഇടുന്നു? അണ്ണു വരൂ ക്ലിയർ. വാസുണ്ണൻ വരുന്നോ? വാസുണ്ണൻ വരുന്നു. രണ്ടര നീന്തിട്ട് വരാം. എന്റെ മോനെ വാസുണ്ണൻ ഈകള് വന്നേ. എന്റെ മോനെ എന്റെ എനിക്ക് നല്ല ലാഗ് ഉണ്ടെന്ന് അറിയാം. ഇന്നൊരു ദിവസത്തേക്ക് മാത്രമാണ്. നാളെ മുതൽ ലാഗിന്റെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം ആക്കി തരാം. നാളെ മുതൽ നല്ല സ്പീഡ് നെറ്റ് സ്പീഡ് നാളെ എനിക്ക് കൂട്ടാൻ പറ്റും. അപ്പൊ ഇന്നൊരു ദിവസത്തേക്ക് ഗൈസ് അഡ്ജസ്റ്റ് ചെയ്യുക. കുഴപ്പമില്ല. ലാഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് കണ്ടാൽ മതി. എനിക്ക് എവിടെ നിന്ന് കണ്ടാലും കുഴപ്പമില്ല. നമ്മുടെ ജോക്കർ ബ്രോ ഉണ്ട്, നമ്മുടെ വാസുണ്ണനുണ്ട്, കീരി ചേട്ടനുണ്ട്. എല്ലാവരുടെ ചാനലിലും നമ്മൾ ഒരുമിച്ചുണ്ടാവും. നമ്മളെ എവിടെ നിന്ന് നിങ്ങൾ കണ്ടാലും കുഴപ്പമില്ല. ഇനി യാതൊരു പ്രശ്നവുമില്ല. ഞാൻ വാക്ക് പറഞ്ഞതിൻ്റെ പേരിലാണ് വന്നത്. കാരണം അത്രയ്ക്ക് ലാഗ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് കയറിയത്, വേറെ ഒന്നുമല്ല. അപ്പം നാളത്തേക്ക് നെറ്റ് സ്പീഡ് ആവും. പിന്നെ നാളെ മുതൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് നിന്ന് കാണണം പ്ലീസ് കേട്ടോ. കുറച്ച് പേരെങ്കിലും ഇവിടെ കാണണം. ഹലോ മലാലേ എന്ത് പറ്റി? നമ്മുടെ കീരിയെ രക്ഷിക്കാൻ ആരുമില്ലേ? കിരി ഷേട്ട് എണീട്ടില്ലേ? അണ്ണു ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അണ്ണു നിങ്ങൾ ബോക്സർ എനിക്ക് ഒന്നിട്ട് അറിയുമ്പോ ഞാൻ മീൻ പിടിക്കാനാണ്. ഇങ്ങോട്ട് ഞാൻ കാര്യം പറയട്ടെ. അണ്ണു ഞാൻ കടലിന് അടുത്തിട്ട് പോയായിരുന്നു. പോയി രണ്ട് നെത്തോല് വന്നിട്ട് രണ്ട് കൊത്തു തന്നിട്ട് മൊത്തം തുളയായി. അതാണ് അത് അല്ലെങ്കിലും നിറയെ ഉണ്ടായിരുന്നല്ലോ. അവർ എങ്ങനെ ഈ തുളയിട്ടു? തുള ഇട്ടോണ്ട് എന്റെ പൊണ്ണ് ബാബു ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ എന്നെ സോറി അണ്ണു. നമുക്ക് ഇല്ല നമ്മൾ ജോക്സ് അണ്ണു നിങ്ങൾ മൊലാലിയോട് അവർ ബോക്സർ ചോദിക്കൂ, നമ്മൾ മീൻ പിടിച്ചിട്ട് കൊണ്ടുവരാമെന്ന് പറയൂ. മീൻ പിടിച്ചോ? ആ നമ്മൾ പിടിക്കാൻ പോയാലോ ബാബു? അത് കൊള്ളാമല്ലേ? ബാബു ഇത് കടലാണ്. അത് അല്ല കൊള്ളാം. കൊള്ളാം. അയ്യോ വാസുണ്ണൻ എവിടെ പോയി? മൊലാലി എവിടെ പോയി അറിയില്ല. അവർ നിറയെ മീൻ കിട്ടി കാണും. ഇൻ ഗെയിം സൗണ്ട് കുറച്ച് കുറവാണ്. എത്ര വയസ്സ് വ്യത്യാസമുണ്ട്? ഇവൻ 22, ഞാൻ 25. കുറച്ച് വയസ്സല്ലേ കുറവുള്ളൂ. പക്ഷെ ബുദ്ധിയിൽ ഞാൻ 3 വയസ്സ് മൂത്തിട്ടാണ് കേട്ടോ. എന്ത്? ഇല്ല അണ്ണു റെസ്പെക്ട്. അണ്ണു റെസ്പെക്ട്. അണ്ണു സോറി. സോറി. വരൂ നമ്മൾക്ക് മാറി ഹൈസ് ചെയ്യാം. അപ്പൊ ഗൈസ് ഞാൻ അണ്ണു പറഞ്ഞു കാർ എന്ത് വന്നു? അയ്യോ വീട് ആസ്താരി എടുത്തോണ്ട് പോയി. ശരി വാസുണ്ണൻ എവിടെ പോയി കിടക്കുവാണോ? വാസുണ്ണ നിങ്ങൾ എത്ര നേരം കുളിച്ചോണ്ട് ഞങ്ങളോട് നിന്ന് വാസുണ്ണൻ എവിടെ പോയേ? നീ എവിടെ പോയി ബാബു? അനു നിങ്ങൾ കാണുന്നില്ല, ഞാൻ നിങ്ങൾ കൂടെയല്ലേ നിന്നത്. നിങ്ങൾ എവിടാ? നീ ഇപ്പോ എവിടാ? ദാണ്ടെ ബാബു മോളിലോട്ട് നോക്കൂ. നിങ്ങൾ മോളിലെത്തിയോ? മോണ്ടു അന്നു നമ്മൾ മൊലാലി ബാബു. ബാബു അണ്ണാ. ഹലോ ബുള്ളറ്റ് ഷാറ്റ് പറയൂ. പോയി അടിച്ചു പോയി ബാബു അടിച്ചു പോയി. ബുള്ളറ്റ് ഷാറ്റ് പറയൂ. 3.5 ആയല്ലോ. അന്നു നിങ്ങളില്ലെങ്കിൽ ഞാൻ ഇല്ല അന്നു. വാസു അണ്ണനുമുണ്ട്, നിങ്ങളുമുണ്ട്. നിങ്ങളും വാസു അണ്ണനും നമ്മൾ കീരി ഷേറ്റ് ബുള്ളറ്റ് ഷേറ്റ് ഉള്ളപ്പോൾ. ബാബു മുകളിലോട്ട് നോക്കൂ. പാൽവലി ഇവിടെയും ഉണ്ട്. പാൽവലി. ഇത് ഇന്നലെ പോലെ വലിയ വലിയല്ല കേട്ടോ.
ഇത് ചെറിയ വലി. ബാബു ഇങ്ങോട്ട് വന്നെ. ഒരു മിനിറ്റ് ബുള്ളറ്റ്, ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പൊ വരാം. അമ്മേതി അവിടെ ഇരിക്കും. അവിടെ ഇരിക്കേണ്ട ബാബു. ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ പാറക്കിടയിൽ ഞാനൊരു കാര്യം പറയട്ടെ, കേക്കാമോ? ബാബു കേക്കാമോ? ബാബു അണ്ണു ഹലോ. ബാത്റൂം ഇല്ലെന്ന് പറഞ്ഞ് ഇങ്ങനൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? അതല്ല ബാബു, കേക്കാമോ? എന്റെ മോനെ തേഞ്ഞ് എനിക്ക് മൈക്ക് സ്റ്റക്കായി. ബാബു നല്ല ലാഗ് ഉണ്ട് ഇന്നത്തേക്ക്. നിർത്തിയാലോ ബാബു? എന്റെ സ്ട്രീം എന്റെ മോനെ വെയിറ്റിംഗിൽ കയറി പോയി. ഹലോ അണ്ണു കേൾക്കുന്നുണ്ടോ? അണ്ണു ബാബു ഞാനൊരു കാര്യം പറയട്ടെ. അണ്ണു നമ്മൾ നല്ല ശമ്പർ കടാണ് കേട്ടോ. ഓക്കേ ബാബു, ടോട്ടൽ സീനാണോ? എന്റെ അണ്ണ ഞാനൊന്നും കണ്ടില്ല. ബാബു ഞാനൊരു കാര്യം പറയട്ടെ. എവിടെ ഇരിക്കും? അമേതി അമ്മേതി. അണ്ണു എന്ത് പറ്റി? ബാബു മഴ. മലയല്ല ബാബു. ബാബു ഞാനൊരു കാര്യം പറയട്ടെ. അണ്ണു മലയാളത്തിൽ ചില വാക്കുകൾ ബാബു പറയുന്നത് തികച്ചും തെറിയാണ് ബാബു. തെറിയോ? ലായല്ല, ലാ, വലി. വലി. പൊന്നെ പൊന്നോ, നീ എന്റെ മായിക്കോ. നീ ഇതിലും പറഞ്ഞു, കുഴപ്പമില്ല. നിന്റെ സമ്പർക്കം എങ്ങനെ പോകുന്നു? സീനാണോ? സമ്പർക്കം നല്ല സ്ലോ ആണ്. എനിക്ക് വളയില്ലേ, വള നല്ല സ്ലോ. എന്റെ പൊന്നോ, അപ്ഗ്രേഡ് ബാബു. നാളെ വലിയ വള വരുന്നുണ്ട്. നാളെ വലിയ വള വരുന്നുണ്ടോ? പിന്നെ ഒരു കുഴപ്പവുമില്ല ബാബു. നമ്മൾക്ക് ഞാൻ പിടിച്ചു കൊണ്ടുവരാം. നിങ്ങൾ എനിക്ക് കൂടെ വേണ്ട. എന്റെ ആവശ്യമൊന്നുമില്ല ബാബു. എന്റെ മോനെ സ്ലോമോ ജോക്കി പെവർ അണ്ണം പെവർ ആണ് മോനെ. കൃഷ്ണനുണ്ണി ബാബു നിങ്ങൾ ഫുൾ സപ്പോർട്ട് ആണ് ബാബു. ഫുൾ ഓൺ ഫുൾ പവർ. മാക്സിമം സബ് ബുള്ളറ്റ് ഷീറ്റ് നിങ്ങൾ തള്ളുന്നോ? അണ്ണു ഉണ്ട് കേട്ടോ. അതെനിക്കറിയാലോ ബാബു. അണ്ണു നിങ്ങൾ ഉണ്ട്, തള്ളരുത്. കാരണം നമ്മൾ വലിയ ആൾക്കാരാണ്. അങ്ങനെ നിങ്ങൾ എന്ത് വിചാരിച്ചു? മലാലി കിട്ടറേ, മലാലി വരാൻ പറയൂ. നമ്മൾ ഹോസ്പിറ്റലിൽ പോകാം. മലാലി വന്നെ നമ്മൾക്ക് എന്റെ സമ്പർക്കം നല്ല രസമുണ്ട് കാണാൻ. എല്ലാരും സ്ട്രീമിംഗ് ആണ് ബാബു. എല്ലാരും തത്സമയം. ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ നിർത്തും. കുറച്ച് നേരമേ ഉള്ളൂ ഇന്ന്. കാരണം ശമ്പർക്ക് നല്ല സ്ലോ അല്ലേ. ഞാൻ എങ്ങനെ ഇവർക്കിട്ട് ഇത് കാണാൻ പറയും? നമ്മൾ ഫുൾ ആക്ടിങ് എല്ലാരും സൂപ്പറായി കാണണം. അല്ലല്ല, കടലിലോട്ട് ഒഴുക്കി വിട്ടു. സുമതി അമ്മായിക്ക് വീട് വേണമെന്ന് പറഞ്ഞു 2 ദിവസത്തേക്ക്. അപ്പൊ ഞങ്ങൾ കടൽ വഴി പറിച്ച് നട്ട് ഒഴുക്കി കൊടുത്തു. വേലായുധ നാളെ വന്ന് ജെട്ടിന്ന് എടുത്തോണ്ട് പോകും. ജെട്ടി ബോട്ട് ജെട്ടി. ഞാൻ തന്നെ ഇവിടെ ഞങ്ങളുടെ നിങ്ങൾ എനിക്കൂടി പറഞ്ഞില്ല കേട്ടോ. പോയിട്ട് ഇല്ല, അപ്പൊ ഡിക്കിയിലിടാം. മള്ളാലേ മറ്റേ ഫ്രണ്ടിലുണ്ട് ബുള്ളറ്റ്. നിന്റെ വണ്ടി ബുള്ളറ്റ് എന്തിയടാ? ഗായ്സ് ഒരു കാര്യം നമുക്ക് റോബറിക്ക് പോവാം. എന്ത് റോബറി? ഞാനുണ്ട്. എല്ലാ പോലീസിനെയും നമ്മൾ കൊന്നിട്ടല്ലും. നമ്മൾക്ക് ഇവിടെ ബ്ലാക്ക് മാർക്കറ്റ് അടുത്താണ്. ഇല്ലെങ്കിൽ നല്ല ആശുപത്രി പോണം. ഞാൻ എന്നെ വാസം ഇടിച്ച് പഞ്ചറാക്കി. കുഴപ്പമില്ല. 15 മിനിറ്റ് വരെ നിങ്ങൾക്ക് ഒന്നും പറ്റില്ല. അത്രേ ഉള്ളൂ. പറഞ്ഞു കൊടുക്ക്. മലയാളി ലാസ്റ്റ് പഞ്ച് കൊള്ളാൻ പറഞ്ഞോ? മലയാളി ലാസ്റ്റ് പഞ്ച് ഇട്ടാലോ? അണ്ണു കേട്ടില്ല കേട്ടോ. മാർക്കറ്റ് കയ്യില് പൈസ ഉണ്ടോ?
ഉണ്ട് എന്റെ 4750 എടാ എടാ എവിടാ എവിടാ ബ്ലാക്ക് മാർക്കറ്റ് എവിടാ നിഹാൽ ഷേഖ് പ്ലീസ് ബ്രോ എന്റെ പേര് ഒന്ന് ലൈവിൽ പറയോ നിഹാൽ ഷേഖ് മെയിൻ ബാങ്ക് പോവാം 7 പോലീസ് ഉണ്ട് ചന്ദ്രികയുടെ കയ്യിൽ കൊന്നാലും പിടി കൊടുക്കരുത് ചന്ദ്രികനെ കിട്ടിയ ഞാൻ അവിടെ ചന്ദ്രിക കൊന്നാൽ നമ്മൾക്ക് പിടി കൊടുക്കുന്നത് എന്തിനാണ് അവരെ നമ്മൾക്ക് പിടിച്ചിണ്ടാക്കാം ഓക്കേ ബാബു ബാബു അവർ കയ്യിൽ കിട്ടിയ ചന്ദ്രികയുടെ ചണ്ടി പോലും കാണില്ല ശരി പോയി നീ എന്തോ പോയി നിൽക്ക് ബാബു ഇല്ല ഒന്നും പറ്റില്ല മൊലാലി സൂപ്പർ 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 ചന്ദ്രികളെ സുഗന്ധം ചൂടിയതാ അന്നു അന്നു നാനൊരു പഞ്ച് ഡയലോഗ് കൊന്നു അല്ല പറഞ്ഞു പറഞ്ഞോ അല്ല ചന്ദ്രികയല്ല അവർ ഷോ കൊണ്ട് വന്നാൽ ചന്ദ്രികയ്ക്ക് ചന്തി പോലും കാണില്ല ബാബു ഞാൻ ഇറങ്ങി നിന്റെ കൈ കൊട്ടണോ അതോ ചിരിക്കണോ ഇല്ല നിങ്ങൾ ചിരിക്കണ്ട കൈകുട്ടിയാൽ മതി കൈ കൊട്ടണോ നിങ്ങൾ ചിരിക്കുന്നത് അത്ര പോരാ അന്നു ഓക്കെ ബാബു അന്നു സോറി അന്നു ഞാൻ അറിയാതെ ഊക്കിയതാണ് എനിക്കത് ഊക്കലായിട്ട് തോന്നില്ല ബാബു ഇല്ല അന്നു ഇല്ല ഇല്ല ബാബു സ്റ്റാൻഡേർഡ് കുറഞ്ഞു വരുന്നുണ്ടോ ഞാൻ നട്ടി അന്നു കൂട്ടണം കേട്ടോ അന്നു നിങ്ങൾ കൂടി നടന്ന് ഞാൻ ഇനി കൂട്ടണം കൂട്ടണം നമുക്ക് ഒരുമിച്ച് കൂട്ടാം ബാബു മൊലാലെ നിങ്ങൾ പറഞ്ഞുണ്ടോ കൂട്ടാൻ വാസവനാണ് കൗണ്ടർ കിങ് സോ നമ്മൾ വാസവനെ കണ്ടു പഠിക്കണം ഇവിടല്ലേ എന്തോ മെയിൻ ബാങ്ക് എന്തൊക്കെ ബുള്ളറ്റ് ചെയ്തുവല്ലോ അറിയോ മൊലാലെ എനിക്കറിയാം മെയിൻ ബാങ്ക് റൗട്ട് റോബ് എനിക്ക് അതിനല്ലേ ബാബു ആ ബാബു എനിക്കറിയത്തില്ലേ എന്തിനാ ബാബുനെയാണ് ഞങ്ങൾ കൊണ്ടുവന്നത് അന്നൂന് എന്താണ് ചെയ്തത് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ വന്നപ്പോഴേ അവൻ കുനിഞ്ഞിരിക്കുന്നു അവർ ഊടി വിടുന്നുണ്ട് പറത്തു വേണോ നീ ചത്തോടാ നീ ചത്ത മാറി നിന്നേ ബാബു കക്കൂഷ് ബാബു മാറി നിന്നേ ബാബു മാറി നിക്ക് ബാബു ബാബു മാറ് ബാബു ഇടി കിട്ടും ഇടി വീഴും ഇടി ഓ ഇത് സേഫ് സോൺ ബാബു അന്നു മൊട്ട നീ സുഖമാണോ മൊട്ടേ ആറ് ചെയ്യാം അയ്യോ ഈ ആറല്ല കൊള്ളാം സോറി ഞാൻ എന്നെ അറിയാതെ എടുത്തതാ നീ വിഷമിക്കണ്ട ഞാൻ പോട്ടെ ബാബു ചേട്ടാ ബാബു ഡ്രസ് എടുത്തിട്ട് ബാബു അയ്യോ മൊട്ട ഇല്ലല്ലേ അന്നു മേടിച്ചോ ബാബു ഇല്ല വെച്ചില്ല കൈ കഴിഞ്ഞാൽ ഞാൻ കാണത്തില്ല ഇവിടെ എന്റെ പട്ടി അന്നു എന്റെ പട്ടി വാസുവണ്ണ ഇത് എവിടെ പോയി കിടക്കും എന്റെ പൊന്ന് വാസുവണ്ണ മലയാളിക്ക് ഇതാ ബാബു എത്ര ലോക്ക് വേണം എത്ര ലോക്ക് പിക്ക് വേണം ലോക്ക് പിക്ക് അല്ല അന്നു അല്ല ചേട്ടാ ഞാൻ പറഞ്ഞു തരാം ഹാക്കർ ലാപ്ടോപ്പ് എൻ കയ്യിലുണ്ട് ഞാൻ വണ്ടിയിൽ നിന്ന് എടുക്കാം അത് വാങ്ങണ്ട ഒരു 3 ടെർമൽ ചാർട്ട് വാങ്ങും 3 അല്ല ഒരു 4 വെച്ചിരിക്കും ഷേപ്പ് ആയിരിക്കട്ടെ ബാബു വാങ്ങിച്ചോ ടെർമൽ മലയാളി എൻ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ട് ഞാൻ വീണു ആർക്ക് എനിക്ക് എന്റെ മോനെ 3.5K സബ് എന്റെ മോനെ 500 സബോളം താങ്ക് യു ഗൈസ് ഞാൻ മാക്സിമം ഒരു 1 അവർ കേട്ടോ അത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ നമ്മുടെ നമ്മൾ കാണണം പക്ഷെ കണ്ടിരിക്കണം ബാബു മൊല്ലാലെ ഞാൻ ഊട്ടിക്കട്ടെ ഒരു ഹായ് കൊടുക്കുമോ അനുഷ് ചേട്ടാ ഹായ് ചേട്ടാ ഓക്കെ മലയാളി കാറിൽ കയറാൻ പറ്റുന്നില്ല അപ്പുറത്തെ സൈഡ് പോകും ബാബു അണ്ണു നിങ്ങൾ നീങ്ങിട്ടന്നില്ല ഒന്നും പറ്റിയില്ല മലയാളി മൂക്കിൽ പാലുമില്ല അതുകൊണ്ട് കുഴപ്പമില്ല നടുവിൽ നട്ടലുമില്ല മുട്ടിൽ പാലവുമില്ല അതാണ് അണ്ണു നാനും സെയിം ഞാൻ ചെയ്യുമല്ല ബാബു ഞാൻ ജനിച്ചപ്പോഴേ നട്ടല്ല ടെർമൽ 4 ഇരിക്കട്ടെ മലയാളി ഒരു ഗാരേജിനകത്ത് എന്റെ വണ്ടിയിൽ ഹാക്കർ ലാപ്ടോപ്പ് ഉണ്ട് മലയാളി ബുള്ളറ്റ് ഉണ്ടോ ബുള്ളറ്റ് വാങ്ങിക്കണം നമുക്ക് അല്ല നമ്മുടെ കൂടെ ബുള്ളറ്റ് ഉണ്ടോ അയ്യോ ഞാൻ നോക്കാം ബ്രോ ഇന്ത്യൻ മീൻസ് എനിക്ക് കേൾക്കാൻ വേണ്ടി നമ്മുടെ സംസാരം കൂടുതൽ കേൾക്കാൻ വേണ്ടിട്ട് ഞാൻ മാറ്റാം കേട്ടോ ഞാൻ കാര്യം ഞാൻ പോയില്ല അവതരിപ്പിക്കട്ടെ എന്റെ ഡെൽറ്റ ബ്രോ എവിടെയാണ് നിങ്ങള് എല്ലാം ചെയ്തരാന്ന് പറഞ്ഞിട്ട് ആ വഴിക്ക് ബാബു കേൾക്കുന്നുണ്ടോ കേൾക്കുന്നു അണ്ണാ
ബുള്ളറ്റ് കേൾക്കുന്നുണ്ടോ? ബുള്ളറ്റ് ഷേപ്പ് മലയാളി സൂപ്പർ ഇല്ല സൂപ്പർ മതി ഹോസ്പിറ്റല് ബാബു അല്ല മെയിൻ ബാങ്ക് വാസുണ്ണ ഞാൻ പറയണോ? കേക്കാം. പ്രേക്ഷകർ 3.5 എനിക്ക് വയ്യ. ഉമ്മർ വന്നു Correct ഉമ്മർ. കണ്ടുപിടിച്ച് കളഞ്ഞു. അന്നു ഞാൻ കേട്ടില്ല വൺസ് മോർ ഇനി പറ്റില്ല ബാബു, ഒരു തവണ വായിന് വന്നാൽ അന്നു ഞാൻ ലാപ്ടോപ്പ് എടുക്ക് ബാപ്പു. ഞാൻ എടുക്കും മലയാളി. നിങ്ങൾ വണ്ടി എടുക്കരുത് പ്ലീസ്. വണ്ടി ഇടിച്ച് കുറെ വണ്ടി കിടക്കും. അന്നു നിങ്ങൾ കൂടെ മടക്കൂ. ഇവിടെ മറന്നു ഇതെന്ത് കഷ്ടമാണ്. വണ്ടിയുടെ ഇടിയിലായി എന്റെ വണ്ടി. മീഷ പിന്നല്ല ഒന്ന് സേഫ്. ചേച്ചി നിങ്ങൾ പേര് മലർമേഷ് ആണോ? ഗൈസ് എന്റെ വണ്ടിക്കകത്തിരിക്കുന്നത് കണ്ടൊന്നും ആരും പേടിക്കണ്ട, വണ്ടിക്കകത്ത് ഒന്നുമില്ല. മലയാളി ഞാൻ ഒരുമാതിരി ഇപ്പൊ വീഴും. അന്നു കേറു, നിങ്ങൾ വണ്ടിയിൽ കേറു. അന്നു കേറു. മലയാളി കിട്ടാൻ അന്നു നിങ്ങൾ വണ്ടി ഓടിക്കരുത്. നിങ്ങൾ ബ്ലീഡിംഗ് അല്ലേ, അതുകൊണ്ടാണ്. ക്ഷീണമില്ല, വണ്ടി എടുക്കും. മലയാളി കിട്ടാൻ ഓ ദാ പുറകില് വണ്ടി കേട്ടാ നോക്കണം. ഈഗിൾസ് കിറ്റി ഇവിടെ ഉണ്ട്. കുമ്പിടി അറിയോ നീ ആരാ? വണ്ടിയുടെ ഒട്ടിയിരുന്ന നീ ആരാ? എന്റെ പേരെന്തുവാണ്? ഞാനോ? അത് കൈയില്ലാത്ത മനുഷ്യനാണോ? മല്ലറാണോ? അടി മല്ലറാണ്. അത് കൈയില്ലാത്ത മനുഷ്യൻ, കൈയില്ല. നല്ല ഡിലേ ഉണ്ട്. അവന് പോയി 2 കൈ കൊടുക്കും ബാബു. കൈ വേറെ എന്തെങ്കിലും കൊടുക്കണമോ? നിങ്ങൾക്ക് എന്ത് വേണം? ഹലോ കൈ നീട്ടു. കൈ എവിടെ പോയി? ഒരു കൈ കൊടുക്കൂ. ഹലോ ഞാൻ പുതിയതായിട്ട് കളിക്കാൻ തുടങ്ങിയത്. അതിനിപ്പോ എന്താ ആദ്യമായിട്ട് അവസാനമായിട്ട് കളിച്ച കൈ ഇല്ലേ? അതെങ്ങനെ എന്നാ ഞാൻ ബാബു ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഞാനൊരു കാര്യം കാണിച്ചു തരാം ബാബു. കാണിക്കു. എനിക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ആ ഗുളിക കഴിച്ചില്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്വഭാവം വരും. നോക്കൂ, കണ്ടോ? അന്നു നിങ്ങൾ ഇത് എപ്പോ വന്നു നിങ്ങൾക്ക്? ഓ എന്റെ പൊണ്ണു ബാബു, ഇങ്ങോട്ട് വന്ന കാര്യം പറയാം ബാബു. പണ്ട് സുമതി അമ്മായും ദിവാകർ മാമയും കൂടെ എന്നെ ഇങ്ങനെ എടുത്തോണ്ട് പോവുകയായിരുന്നു. പോന്ന വഴിക്ക് ഒരു ഉത്സവത്തിന്റെ ഇടയിൽ വെച്ച് എന്നെ കളഞ്ഞു പോയോ? നമ്മൾ അപ്പ അമ്മാക്കും നിങ്ങളെ കളഞ്ഞു പോയല്ലോ. എല്ലാവർക്കും എന്നെ കളഞ്ഞു പോകും. ഞാൻ അത്രയും പ്രഷ്യസ് ആണ് ബാബു. പാസ്വേഡ് ഉണ്ട്. പാസ്വേഡ് എന്നെ ആശുപത്രി മലയാളി നിങ്ങൾ ഒരു കാര്യം അറിയൂ? ഞാൻ പഠിക്കാം. എൻ കയ്യിൽ ഓൾറെഡി ഹാക്കർ ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. ഞാൻ അത് വെച്ചാണ് സിറ്റിയിൽ നടന്നത്. നിന്നെ ആയിട്ട് ആരും സംശയിക്കത്തില്ല ബാബു. ബാബു മലയാളി ആദ്യം ബാബു മാസ്ക് ഉണ്ടല്ലോ. മാസ്കോ? മാസ്ക് ഉണ്ട്. ആദ്യം ഹോസ്പിറ്റൽ, എന്നിട്ട് അത് മതി. ആദ്യം ഹോസ്പിറ്റൽ, പിന്നെ വണ്ടി ഫുൾ ടാങ്ക് ഫ്യൂൽ അടിക്കണം. ഉജൂർ എടുക്കണോ മലയാളി? ഉജൂറോ? ഈ വണ്ടി വേണ്ട. അതാണ് ഡെൽറ്റ മോഡ് ആക്കാം. പിന്നല്ല മലയാളി 6 people വരാൻ പറ്റും. 5 people ഒരാൾ മറ്റേ 5 റോബോസ് പ്ലസ് 1 നമ്മൾ ചന്ദ്രിക ഉണ്ട് മലയാളി. ചന്ദ്രിക ഉണ്ടല്ലോ, ചന്ദ്രിക വരും ഉറപ്പായിട്ട് വരണം. അവർ വരുത്തി മലയാളി നമ്മൾക്ക് ഷൂട്ട് ഔട്ട് ചെയ്യാൻ പെർമിഷൻ ഉണ്ടോ? കണ്ടോ